അവര് ഇവിടെ ഇവിടത്തെ സ്ഥാപനത്തിൽ വരുന്നില്ല അവര്. പണ്ടെങ്ങാണ്ട് വന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നമ്മളെ ഇവിടെ സ്റ്റേഷൻ പരിധിയിൽ അവരോ ഇല്ല. ഉണ്ട്, ആ സ്റ്റേഷൻ പരിധി തന്നെയാണ് ഉള്ളത്. എവിടെ? അമൃത ടിവിയുടെ സ്റ്റുഡിയോയില്. ആ സ്റ്റുഡിയോ നമ്മുടെ സ്റ്റേഷൻ പരിധിയാണ്, പക്ഷെ അവരിവിടെ ഇല്ലല്ലോ. അവരവിടെ അവിടെ തന്നെയാണ് ഉള്ളത്. അവര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അഡ്രസ്സാണ് അത്. അല്ലല്ല, നമ്മള് പോയി അന്വേഷിച്ചില്ല. അവരവിടെ സ്റ്റാഫായിട്ട് അവിടെ ജോലി ചെയ്യുന്നില്ല. ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച കാര്യം എല്ലാവർക്കും അറിയാലോ. എന്താണ് കാര്യം? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി ഒരു ഉഡായിപ്പ് ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുകയും അവരങ്ങനെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാക്ക് വിശ്വസിച്ച് അവരുടെ ഒരു സബ്സ്ക്രൈബർ ആ ട്രേഡിംഗ് ആപ്പിൽ 1,03,000 രൂപ നിക്ഷേപിക്കുകയും അവർക്ക് ആ പണം നഷ്ടപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ പണം നിക്ഷേപിച്ച വ്യക്തി എന്ത് ചെയ്തു? നേരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ കേസ് കോടതി പരിഗണിച്ചു. കോടതിയിൽ വാദം നടന്നു. ഈ കേസ് കൊടുത്ത വ്യക്തിക്ക് അനുകൂലമായി കോടതി വിധി വരികയും ചെയ്തു. കോടതി വിധി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ പരാതിക്കാരന് നഷ്ടപ്പെട്ട 1,03,000 രൂപ തിരിച്ചു നൽകണം. അതുകൂടാതെ നഷ്ടപരിഹാര തുകയായിട്ട് 50,000 രൂപ എക്സ്ട്രായും നൽകണം. മൊത്തത്തിൽ 1,53,000 രൂപ എന്താക്കണം ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി പരാതിക്കാരന് കൊടുക്കണം. ഇതായിരുന്നു കോടതി വിധി. 2026 ഏപ്രിൽ മാസം തീരുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി പണം മുഴുവനും പരാതിക്കാരന് കൊടുത്തു തീർക്കണമെന്നായിരുന്നു കോടതി വിധി. ആ സമയത്തിനുള്ളിൽ നിശ്ചിത പണം കൊടുത്തിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നായിരുന്നു വിധി. എന്തായാലും അങ്ങനെ ഒരു കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ത് ചെയ്തു? വീണ്ടും അപ്പീലിന് പോയി. എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പീലിന് പോയത്. ഈ കേസ് വീണ്ടും വിചാരണ നടത്തണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി അപ്പീലിന് പോയത്. അതിനുള്ള കാരണമായി പുള്ളിക്കാരി ചൂണ്ടിക്കാണിച്ചത് പുള്ളിക്കാരിക്ക് വേണ്ടി അപ്പിയർ ആയിട്ടുള്ള വക്കീല് ഏതോ റേപ്പ് കേസിലെ പ്രതിയാണ്. ആയതിനാൽ മൂപ്പർക്ക് കൃത്യമായിട്ട് കോടതിയിൽ വന്ന് വാദിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കേസ് വീണ്ടും വിചാരണക്ക് പോകണമെന്നായിരുന്നു ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ അപ്പീൽ. പക്ഷെ ആ അപ്പീൽ കോടതി നിരസിക്കുകയായിരുന്നു. എന്തായാലും ഇതിനെല്ലാം പിന്നാലെ കോടതി നിശ്ചയിച്ച കാലയളവിനുള്ളിൽ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി പരാതിക്കാരന് പണം നൽകിയില്ല. അതോടെ എന്ത് സംഭവിച്ചു? കാര്യങ്ങൾ അറസ്റ്റ് വാറന്റിലേക്ക് നീങ്ങി. അങ്ങനെ ശ്രീവിദ്യ മുല്ലശ്ശേരി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കോടതിയിൽ നിന്നൊരു വാറന്റ് വന്നു. എവിടേക്കാണ് വാറന്റ് പോയത്? ശ്രീവിദ്യ മുല്ലശ്ശേരി താമസിക്കുന്ന പരിധിയുള്ള പോലീസ് സ്റ്റേഷൻ ആയിട്ടുള്ള പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പറയുന്ന അറസ്റ്റ് വാറന്റ് പോയത്. ഇപ്പൊ ഏകദേശം 3 മാസത്തോളമായി ഈ അറസ്റ്റ് വാറന്റ് പോയിട്ട്. ഈ 3 മാസത്തിനിടയ്ക്ക് 3 തവണ കോടതി ഈ സംഭവത്തെ ഫോളോ അപ്പ് ചെയ്തു. പക്ഷെ ഇതിനോടൊപ്പം ഇപ്പോഴും പാലാരിവട്ടത്തെ പോലീസുകാരി ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണമായി പോലീസുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശ്രീവിദ്യ ഇപ്പൊ നാട്ടിലൊന്നും ഉണ്ടാവാറില്ല, അവര് പാലാരിവട്ടത്ത് ഉണ്ടാവാറില്ല, അവരെപ്പോഴും ചെന്നൈയിലാണെന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി അത് പച്ച കള്ളമാണ്. ആഴ്ചയിൽ ഒരു 3-4 തവണ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി പാലാരിവട്ടത്ത് വന്ന് പോകാറുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പരാതിക്കാരൻ എന്ത് ചെയ്തു? എന്നെ സമീപിക്കുകയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തരികയും എന്നോടൊരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ആളുകളിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും അതിനെല്ലാം ശേഷം ഈ പറയുന്ന പരാതിക്കാരൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശ്രീവിദ്യ മുല്ലശ്ശേരി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള മൂപ്പര് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ പോലീസുകാരന്റെ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം, ഇത് എന്റെ പേര് ശ്രീജയൻ എന്നാണ്. ഇവിടെ ഒരു പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ, ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷനിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഒരു വാറണ്ട് ഉണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. 3 തവണ അവിടേക്ക് വാറണ്ട് കൊടുത്തിരുന്നു, പാലാരിവട്ടം സ്റ്റേഷനിലേക്ക്. ഇവിടുത്തെ പാലാരിവട്ടം സ്റ്റേഷൻ കേസാണോ? അതെ, പാലാരിവട്ടം സ്റ്റേഷനിലെ അതേ പരിധിയിലാണ് ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി ഉള്ളത്. അപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ആ ശ്രീവിദ്യ മുല്ലശ്ശേരിനെ പാലാരിവട്ടം സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട്. ഏത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസാണ്? ഇത് രജിസ്റ്റർ ചെയ്ത കേസല്ല, ഇത് കോടതിയുടെ ഉത്തരവാണ്. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവാണ്. വാറണ്ട് അയച്ചിട്ടുണ്ടെന്നാണോ? അതെ, വാറണ്ട് അവിടെ അയച്ചിട്ടുണ്ട്. 3 തവണ അവിടെ വന്നിട്ടുണ്ട് വാറണ്ട്. വിളിക്കുന്നത് കണ്ണൂരിന്നാണ്. കണ്ണൂർ. പേരെന്താ? ശ്രീജയൻ. ശ്രീജയൻ. അതെ അതെ. ഇത് ഉപഭോക്തൃ കോടതിയുടെ പേരിൽ വാറണ്ട് വന്നിട്ടുണ്ടല്ലേ? അതെ, വന്നിട്ടുണ്ട് 3 തവണ. ഓഫീസിൽ ചോദിക്കട്ടോ. അല്ല, ഇത് നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പലതവണ വിളിച്ചപ്പോൾ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത്. സാർ പറയുമ്പോഴാണ് ഇതിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ഇവിടെ എന്താ സംഭവം അറിവ് വന്നിട്ടുണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടോ ചോദിക്കട്ടെ. അല്ല, ചോദിക്കട്ടെ വെച്ചാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കോ ഇതിനെ പറ്റിട്ട് സംസാരിക്കോ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ പലതവണ കുറച്ച് വിളിക്കട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. എന്നാലേ നൈസായിട്ട് ഒഴിവാക്കി വിടുന്ന വർത്താനാണല്ലേ പോലീസുകാർ പറയുന്നത്. എന്തായാലും പരാതിക്കാരൻ വെറുതെ വിട്ടില്ലേ കേട്ടോ. പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് ഇവർ വീണ്ടും ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച്. എന്തായാലും അതിനുശേഷമുള്ള പോലീസുകാരുടെ റെസ്പോൺസ് നമുക്കൊന്ന് കണ്ടോക്കാം. ഹലോ സാർ, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. ഒരു വാറണ്ടിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരി പറഞ്ഞിട്ടുള്ളവർക്കെതിരെ വാറണ്ട്
കുറച്ച് കഴിഞ്ഞിട്ട് ആ, വിളിക്കാം. നമസ്കാരം, പറയൂ. ആ, ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വിളിച്ചതാണ്. ആ, കുറച്ചും വിളിച്ചാണോ കോഴിക്കോട് നിന്നൊക്കെ? അതെ അതെ അതെ. ഞാൻ നമ്മുടെ ഇവിടെ പ്രോസസ്സ് നടത്തുന്ന സാറിന് നമ്പർ തരാം. തന്നോളൂ. അദ്ദേഹത്തിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. വാറണ്ട് വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അദ്ദേഹത്തിനായിട്ട് അറിയാൻ പറ്റുമോ? ഓക്കെ നമ്പർ പറഞ്ഞു. ഞാൻ പറയട്ടെ? പറഞ്ഞു. 80. ഇത് ഓക്കെ സാർ. ഇതൊക്കെ ഈ വാറണ്ട് പ്രോസസ് നടത്തുന്ന അദ്ദേഹമാണ്. ഓക്കെ, എന്നാ അവരെ വിളിക്കാം. ശരി, താങ്ക് യു. ഓക്കെ, ആള് നൈസാര് അജിത് സാറിന് നമ്പറും കൊടുത്ത് എല്ലാം അജിത് സാറിന് തലയിട്ട് അങ്ങ് സ്കൂട്ടായി അല്ലേ. എന്തായാലും ഇതിന് ശേഷം ഈ പറയുന്ന പരാതിക്കാരൻ അജിത് സാറെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അജിത് സാർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. സാറല്ലേ, ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു ശ്രീവിദ്യ മുള്ളച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്കെതിരെ ഒരു വാറണ്ട് സിനിമാടിയില്ലേ? അതെ അതെ അതെ. അത് ഞാനല്ലാതെ നോക്കി, അത് ഇവിടെ നമ്മുടെ വേറൊരു സാറാണ് നോക്കി, സുമേഷ് പോയിട്ട്. അപ്പൊ അത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് കൊടുത്തായിരുന്നു. അത് അവര് ഇവിടുത്തെ സ്ഥാപനത്തിൽ വരുന്നില്ല. അവര് പണ്ടെങ്ങാണ്ട് വന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സ്റ്റേഷൻ പരിധിയിൽ അവരോ ഇല്ല. ഉണ്ട്, ആ സ്റ്റേഷൻ പരിധി തന്നെയാണ് ഉള്ളത്. എവിടെ? അമൃത ടിവിയുടെ സ്റ്റുഡിയോയില്. സ്റ്റുഡിയോ നമ്മുടെ സ്റ്റേഷൻ പരിധിയാണ്, പക്ഷെ അവരിവിടെ ഇല്ലല്ലോ. അവരവിടെ തന്നെയാണുള്ളത്. അവര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അഡ്രസ്സാണ് അത്. അല്ലല്ല, നമ്മള് ഇപ്പൊ അന്വേഷിച്ചില്ല. അവരവിടെ സ്റ്റാഫായിട്ട് അവിടെ ജോലി ചെയ്യുന്നില്ല. അവര് അവരുടെ ഒരു പ്രോഗ്രാം പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയോ അഭിനയിച്ചിട്ടാണ് ഇങ്ങോട്ടേക്കണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ല. അവരെവിടെയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ആ സംഭവം ഇവിടെ അത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ല, അത് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പാലരവട്ടത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ആണോ? ഞാൻ നിങ്ങൾ വാട്സാപ്പിൽ പറയണത്. ഞാൻ ആ സുമേഷ് സാറിന്റെ നമ്പർ തരാം. കാരണം പുള്ളിയാണ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടേക്കണത്. ഞാൻ നമ്പർ അയച്ചു. പറഞ്ഞാൽ മതി. പുള്ളിയാണ് അതിന്റെ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. പുള്ളിയാണ് അന്വേഷിച്ചത്. എന്നാ അവർ വിളിക്കാം സാർ. ഓക്കെ, അപ്പൊ അജിത് സാർ അല്ല നൈസായിട്ട് സുമേഷ് സാറിന്റെ തലയിലിട്ട് ഒഴിഞ്ഞ് അല്ലേ. ഇതിപ്പോ ഓരോരുത്തരുടെ തലയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു സാധാരണക്കാരൻ ഒരു ആവശ്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോ കേട്ടത്. അതും കോടതി വിധി വന്നൊരു കേസിൽ. ഇതാണ് ഒരു സെലിബ്രിറ്റിക്കെതിരെ കേസ് കൊടുത്താലും കോടതി വിധി വന്നാലും ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പോലീസുകാർ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തട്ടിക്കളിക്കും. എന്തായാലും ഇപ്പൊ അജിത് സാറിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണ്, നമ്മൾ ഒരുപാട് വട്ടം പാലാരിവട്ടത്തുള്ള അമൃത സ്റ്റുഡിയോയിൽ പോയി നോക്കി, അവിടെ നിന്ന് പുള്ളിക്കാർ വന്നിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാ അല്ലേ. പറഞ്ഞൊരു ആഴ്ചയിൽ 3-4 വട്ടം പുള്ളിക്കാരെ അമൃത സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് ആ ശ്രീവിദ്യ മുല്ലച്ചേരി. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ 3-4 വട്ടം അങ്ങോട്ട് പോയപ്പോഴൊന്നും ആ കുട്ടിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. എന്തൊരു എക്സ്ക്യൂസ് ആണ് അല്ലേ. എന്തായാലും ഇനി ഇത് കഴിഞ്ഞ് പരാതിക്കാരൻ സുമേഷ് സാറിനെ വിളിച്ചു നോക്കുന്നുണ്ട്. അന്നേരം സുമേഷ് സാറിന് എന്താണെന്ന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഹലോ, ഇത് സുമേഷ് സാറല്ലേ പാലാരിവട്ടത്ത്? അതെ. ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കണമായിരുന്നു. ഒരു ശ്രീവിദ്യ മുള്ളശ്ശേരി പറഞ്ഞവരുടെ ഒരു വാറണ്ട് 3 പ്രാവശ്യമായിട്ട് അവിടെ വന്നിരുന്നു പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ. അപ്പോൾ അത് ഇതുവരെയായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കാസർഗോഡ് കമ്മീഷനിൽ ഹാജരാക്കി. ശ്രീജയൻ. അപ്പൊ ഇത് ഇതുവരെയായിട്ട് അതിന് വാറണ്ട് നടപ്പിലാക്കിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഒരു പ്രാവശ്യം വാറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവിടെ വാറണ്ട് വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ല. പക്ഷെ എന്റെ ഞാനൊരു അല്ല 3 പേരെ നോക്കുന്നുണ്ടേ. അല്ല, 3 പേരെ നോക്കുന്നുണ്ടെങ്കിൽ വേറൊരു സാറിന്റെ നമ്പർ വന്നത്. അപ്പോ ഇത് എന്തായിരുന്നു, അത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. എന്താ റിപ്പോർട്ട് എന്തായിരുന്നു കൊടുത്തത്? അവിടെ ഉണ്ടല്ലോ. അതും പറഞ്ഞ് സുമേഷ് സാറ് നൈസായിട്ട് കോള് കട്ട് ചെയ്തു. പക്ഷെ പരാതിക്കാരൻ വിട്ടില്ല കേട്ടോ. വീണ്ടും ഉപരി സുമേഷ് സാറിനെ തന്നെ വിളിച്ചു നോക്കുന്നുണ്ട്. അന്നേരമുള്ള സുമേഷ് സാറിന് മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. ഹലോ സാറേ, ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. ഒരു വാറണ്ടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അത് ഒരു 3 തവണ അവിടെ വാറണ്ട് അയച്ചിട്ടും ശ്രീവിദ്യ മുള്ളച്ചേരിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഒരു പ്രാവശ്യം വാറണ്ട് ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അല്ലെങ്കിൽ അഡ്രസ് ഉണ്ടായിരുന്ന അമൃത ടിവിയുടെ അഡ്രസ് അല്ലേ? അതെ അതെ. ഒരു തവണ വാറണ്ട് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു അമൃത ചാനൽ അന്വേഷിച്ച് അവിടെ
എന്ന് അന്വേഷിക്കുക. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് ഷൂട്ടിങ് വരാറുണ്ട്. അതെ, ഞങ്ങൾ ചെന്ന സമയത്തൊന്നും അവിടെ ഇല്ല. അല്ല അവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഷൂട്ടിങ്ങിലെ സമയത്ത് അവിടെ പോയാൽ ആളുണ്ടാവുമല്ലോ. അതിപ്പോ അവർക്ക് അതൊരു സ്ഥാപനമാണല്ലോ അവിടെ. അത് അവർ സ്ഥാപനത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന അഡ്രസ്സും ചെയ്യണമെന്ന് അതൊന്നും അതെ അത് അവർ താമസിക്കുന്ന അഡ്രസ്സൊന്നും അല്ലല്ലോ. നമുക്ക് അവിടെ അവരുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ്സാണോ? അതെ, ആ സ്ഥാപനത്തിന്റെ പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാലോ അങ്ങനെയാകുമ്പോ. അത് ഞങ്ങൾ ചെന്നിരുന്നു അവിടെ സുഹൃത്തെ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇല്ല. അവിടെ ഇല്ല. അവര് ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഷൂട്ടിങ് ഇപ്പോ ഉള്ള സമയത്ത് വരും. ചെന്നൈയിലേക്ക് വേറെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് നമുക്കറിയാൻ കഴിഞ്ഞു. നമ്മൾ റിപ്പോർട്ട് കോടതി കൊടുത്തിരുന്നു കേട്ടോ. അല്ല, ചെന്നൈയിലല്ല. അവരാ ഷൂട്ടിംഗ് ഉള്ള ദിവസം എന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 3-4 ദിവസം ഷൂട്ടിംഗ് ഇതാണ്, പ്രോഗ്രാമാണ് കോമഡി മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ? കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാല് അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് അവർ വരുന്നത്. ആണോ? ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അതാണ് അറിയുന്നത്. ഞാൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, കോടതിയിൽ എന്തായിരുന്നു റിപ്പോർട്ട് കൊടുത്തത്? അത് ചോദിച്ചോണ്ട് മുപ്പര് പറയില്ല. അപ്പോഴേക്കും മുപ്പര് ഫോൺ കട്ട് ചെയ്തു. ഇതാണ് കാര്യം അന്വേഷിക്കുമ്പോൾ പോലീസുകാരന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഇതോടെ പരാതിക്കാരന് മനസ്സിലായി പോലീസുകാരുടെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് നീക്കുപോക്കുകളൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഈ പരാതിക്കാരൻ എന്താക്കി, നേരെ കാസർഗോഡ് കമ്മീഷനിൽ പോയി പരാതി കൊടുത്തു. പോലീസുകാർ വേണ്ട രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും ഈ പരാതിക്കാരൻ കാസർഗോഡ് കമ്മീഷനിൽ പോലീസുകാർക്കെതിരെ പരാതി കൊടുത്തതിന് പിന്നാലെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ ചെയ്ത വീഡിയോ അത്യാവശ്യം റീച്ച് ആവുകയും ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വക്കീലിന്റെ ശ്രദ്ധയിൽ അത് പെടുകയും അവർ വേണ്ട ഒത്താശകൾ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാതിക്കാരനെ സമീപിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം ഈ പറയുന്ന പരാതിക്കാരന് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. നന്ദി ബ്രോ, ഇന്ന് ഞാൻ കാസർഗോഡ് കമ്മീഷനിലെത്തി. അപ്പോൾ അവരുടെ പുതിയ വക്കീൽ വന്ന് ഇനി പരാതി കൊടുക്കേണ്ട, ബാക്കിയുള്ള മുഴുവൻ തുകയും തരാമെന്ന് പറഞ്ഞു. നന്ദി കേട്ടോ. ഇത്രയും കാലം പോലീസിനെ കൊണ്ട് സാധിക്കാത്തത് താങ്കളുടെ ചാനലിൽ കൂടി ചെയ്ത വീഡിയോ കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി കാണും. അവരുടെ വക്കീൽ തരുമെന്ന് ഉറപ്പ് തന്നു. അപ്പോൾ അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ച വണ്ടി പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള അപേക്ഷ തൽക്കാലം കൊടുക്കുന്നില്ല. ഒരിക്കൽ കൂടി നന്ദി. ഇതായിരുന്നു പരാതിക്കാരൻ എനിക്ക് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിനുശേഷം ഈ പരാതിക്കാരന് വേണ്ട തുകയെല്ലാം ഇവർ കൊടുത്ത് സെറ്റിൽ ചെയ്ത് കേട്ടോ. വളരെ നല്ല കാര്യം. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഇവിടെ പരാതിക്കാരന് നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇതിനുശേഷം ഈ പറഞ്ഞ പരാതിക്കാരൻ എനിക്കൊരു വോയിസ് മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇവിടെ പ്ലേ ചെയ്യാം. നമ്മുടെ ഒരു സന്തോഷമുണ്ട്. അതായത് വക്കീല് തരുന്നു പറഞ്ഞത് മാത്രമല്ല, അവരെ വക്കീല് പറഞ്ഞാല് പണ്ടത്തെ ആ കേസിൽപ്പെട്ട വക്കീലല്ല, പുതിയ വക്കീല്. ആ വക്കീല് ഉറപ്പ് തന്നത് മാത്രമല്ല, ഇന്ന് തന്നെ അവര് തരാനില്ല ബാക്കി പൈസ തന്നിട്ട് കേസ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആ കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷന്റെ മുമ്പാകെ അവര് പൈസ തന്നിട്ട് ആ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ സംതൃപ്തിയോടെ ആ കേസ് ക്ലോസ് ആയതായിട്ട് ബ്രോനെ അറിയിക്കുവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വളരെ നന്ദി ഈ ഒരു കാര്യത്തിന്. കാരണം ഇത്രയും കാലം നോൺ വെയിലബിൾ വാറണ്ട് കൊടുത്തിട്ട് പോലീസ് അനങ്ങാത്തത് താങ്കളെ ചാനലിൽ കൂടി ഇല്ല, ആ ഒറ്റ വീഡിയോയിലൂടെ അത് വളരെ ഉപകാരമുണ്ട് അങ്ങനെ ചെയ്തതിന്. അപ്പോൾ വേറൊരു എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം, പണ്ട് ഒരു സുരേഷ് ഗോപിൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സംവിധാനം ഇവരുടെ അറിയാലോ, ഇവരുടെ ഈ പറയുന്ന ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഭർത്താവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം നടക്കുന്നത് പറഞ്ഞിട്ട് പല കാരണങ്ങളാൽ അത് മുടങ്ങി ആ സിനിമ. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അവർ ഒരു പരസ്യം ചെയ്തു, തട്ടിപ്പിൻ്റെ പരസ്യം എന്ന് വെച്ചാൽ അത് അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങനെ ചെയ്ത് ഇവരല്ല ഞാൻ പറയുന്നത്, ശ്രീവിദ്യ മുല്ലശ്ശേരിൻ്റെ ഭർത്താവല്ല, ശ്രീവിദ്യ മുല്ലശ്ശേരി ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു സംഭവം, ഈ പൈസ തന്നു, ഇപ്പോൾ ഇപ്പം നമുക്കും സംതൃപ്തി, അപ്പോൾ ആ ഒരു പോയ പൈസ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ആ നിമിത്തം കൊണ്ട് ഇനി ചിലപ്പോൾ അവരെ ആ സിനിമ മുടങ്ങിപ്പോയ സിനിമയെല്ലാം നന്നാവാനും ചിലപ്പോൾ ഇതെല്ലാം കൊണ്ടായിരിക്കും ഇങ്ങനെ മുടക്കം വരുന്നത്. അതെ, അങ്ങനെ ദൈവവിശ്വാസം ഉള്ളവർ അങ്ങനെ വിശ്വസിക്കും, ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാനും കാരണമുണ്ട്. കാരണം ഇതിന് ശാസ്ത്രീയമായിട്ടൊരു ഇതുമില്ല, ബന്ധവുമില്ല. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ അറിയാലോ, പണ്ടൊരു സുരേഷ് ഗോപിന്റെ ഒരു പടം ഇറങ്ങുന്നെന്ന് പറഞ്ഞിട്ടൊരു വാച്ച് റിപ്പയറുടെ കഥയായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ ആ സിനിമ മുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഇനി പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ തോന്നല്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആ ഒരു ഇത് നീങ്ങി കിട്ടുമ്പോൾ
അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി അവരുടെ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോടും പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഇപ്പൊ പരാതിക്കാരന് പറയാനുള്ളത്. മൂപ്പർക്ക് പണം കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് ഇതെല്ലാം. എന്തായാലും നഷ്ടപ്പെട്ട പണം, നഷ്ടപരിഹാരം അടക്കം തിരിച്ച് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് എന്റെ കമന്റ് ബോക്സിൽ വന്ന് ചില ആളുകൾ കമന്റ് ചെയ്യാറുണ്ട്, നീ എന്തിനാണ് ഇത്തരം ടോപ്പിക്സ് എടുത്ത് ചെയ്യുന്നത്, അത് പോലീസും കോടതിയും നോക്കിക്കോളും, ഇതിലൊക്കെ ഇടപെടാൻ നീ ആരാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ കാണാറുണ്ട്. റീസെന്റ് ഈ ശ്രീവിദ്യ മുല്ലശ്ശേരിന്റെ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പോലും ഇത്തരത്തിലുള്ള 1-2 കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ കണ്ടില്ലേ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം ഒരുത്തിന് ഇപ്പൊ നീതി കിട്ടി. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ പരാജയക്കാരൻ നീതിക്ക് വേണ്ടി അലയുന്ന ഒരു അവസ്ഥ വന്നേനെ. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നമ്മൾ യൂട്യൂബേഴ്സ് വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കുന്നുള്ളത്, അത്രയേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇതിനു മുമ്പും പലർക്കും പല വിഷയത്തിലും നമ്മൾ നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഞാൻ പറഞ്ഞത് കാരണം എല്ലാവരും കൂടി എനിക്ക് എന്റെ ഇൻബോക്സിൽ വന്നു കഴിഞ്ഞിട്ട് തിക്കും തിരക്കും കൂട്ടേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും പരാജയക്കാരന് നീതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടത്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.